ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി? എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയും ചാരിയറ്റും വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ്? എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ്, മൂൺ കാർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയിനകത്ത് ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. സ്റ്റക്കായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ ആ സ്റ്റക്കായിട്ട് ഇരിക്കുമ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റിലാണ് കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, അതായത് ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ക്ലാരിറ്റി ഇല്ലാതെ, റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ നടക്കണം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് എഗെയിൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചാരിയറ്റ് കാർഡ് അതാണ് പറയുന്നത്, നിങ്ങളിലേക്ക് എഗെയിൻ പ്രപ്പോസ് ചെയ്ത് വരിക. അതുപോലെ ഫസ്റ്റത്തെ കാർഡ് വളരെ പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പം ട്രാവൽ ചെയ്ത് വരിക, നേരിട്ട് കാണാൻ വരിക, നിങ്ങൾക്ക് സർപ്രൈസ് തരിക, മെസ്സേജ് ഓർ കോള് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കിട്ടുക, ബ്ലോക്ക് അഴിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാർഡാണ്. സോ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സർപ്രൈസ് ഓർ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സഡൻ ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒരു ന്യൂ ജേണിയാണ്. അവർ ഹൃദയം തുറന്ന് കാണിക്കാൻ വരിക എന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ പറ്റും. സോ അത് വളരെ പോസിറ്റീവാണ്. അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സിറ്റുവേഷൻ വളരെ കറക്റ്റ് ആവാനും സിറ്റുവേഷൻ അതിനനുസരിച്ച് ആവാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുന്നുണ്ടാകാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും തുറന്ന് പറയാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ചിലപ്പം പരസ്പരം ഹൈഡിങ് എനർജി ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ടും ഒരു ഹൈഡിങ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും. ഓക്കെ, സെയിം ആയിട്ടും ഉണ്ടാവുമായിരിക്കും. സോ നിങ്ങളുടെ പേഴ്സണ് ആൻസൈറ്റി ഉണ്ട് നന്നായിട്ട്. ഓക്കെ, അവർ നന്നായിട്ട് ഡ്രീം കാണുന്നുണ്ട്, ആൻസൈറ്റി ഉണ്ട്. അതുപോലെ അവർക്കിത് തുറന്നു പറഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ അതും ഇവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അത് എനർജീനകത്ത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. എന്താണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്താണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ അടുത്തോട്ടൊരു അട്രാക്ഷൻ, ഒരുപാട് അട്രാക്ഷൻ ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മ്യൂച്വൽ അട്രാക്ഷൻ ആണ്. ഒരു സോൾ കണക്ഷൻ ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, നിങ്ങൾക്കും അതേ അട്രാക്ഷൻ ഈ പേഴ്സൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. ബിക്കോസ് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ കാണുന്നുണ്ട്.
അപ്പോൾ ഇപ്പം ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു കണക്ഷൻ എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് അടുപ്പിക്കുന്നത്, പിന്നെയും അങ്ങോട്ട് വലിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ആണ് ഈ ഒരു സോൾ കണക്ഷൻ. സോ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ്റെ ഇത് അവർ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്നത് എന്നുള്ളത്. ഏസ് ഓഫ് പെൻഡക്കിൾസിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ചാൻസുകളെല്ലാം അവർ മിസ് ചെയ്ത് കളഞ്ഞു, ചാൻസുകളെല്ലാം അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് ബാഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്ലാനിങ്സ് എല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ്സ് ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിലും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നന്നായിട്ട് ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ റീസൺ അതായിരിക്കാം അവർക്കിപ്പോൾ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊക്കെ അവർ ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതായത് എന്ത് തരം കണക്ഷനാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നതിൻ്റെ റീസൺ ഇവർ കുറച്ചുകൂടി ഇൻഡ്യൂട്ടീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഈ ഒരു ഹൈ പ്രീസ്റ്റേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ട്രൂത്ത്, സത്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ തയ്യാറാണ്, പക്ഷെ അവർക്കതൊരു പേടി പോലെ അല്ലെങ്കിൽ ആൻസൈറ്റി പോലെ ഉള്ളിൽ കിടക്കുകയാണ്. അതെങ്ങനെ പറയണം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും, അത് നിങ്ങൾ എങ്ങനെയായിരിക്കും എടുക്കുക എന്നൊക്കെയുള്ള തോട്ടിൽ ഇപ്പോഴും അതിനെ ഹൈഡ് ചെയ്ത് ഈ പേഴ്സൺ പിടിക്കുന്നുണ്ട്. അതും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഹെയറോഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം കറൻ്റ്ലി ഉള്ള നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം. ഓക്കെ, അതായത് ഇപ്പം ഉള്ളതിനേക്കാൾ ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആക്കണം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഫോർഗീവ് ചെയ്ത് അതിനെ ഒരു നെക്സ്റ്റ് ലെവലാക്കണം. എന്താ പറയുക, ഒരു മാരേജിൻ്റെ പോസിബിലിറ്റിയാണ് ഈ ഹെയറോഫൻറ്റിൻ്റെ കാർഡ്. സോ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പം മാരേജ് പോസിബിലിറ്റി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കണം ഇത് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇതും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബോൾഡ് ആക്കണം, വളരെ സ്ട്രെങ്തൻ ആക്കണം, അതിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആവണം, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആവണം എന്ന് പറഞ്ഞാൽ ഇനി അഗെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അതിനെ സേഫായിട്ട് സെക്യൂർഡ് ആക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇത്. കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. ഈ പേഴ്സണ് ഇവരുടെ ലൈഫിനകത്ത് നിങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയാണ്. ഇവർ ഒരുപാട് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയോ എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് തോറ്റുപോയിട്ടുള്ള ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ഫീൽ ഇവർക്കുണ്ട്. സോ ആ ഒരു ഫീലിങ്സ് ഉണ്ട്. അതായത് ഞാൻ തോറ്റുപോയോ, ഇവർ വേറെ പോയോ, അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി ഇപ്പോൾ വേറൊരു റിലേഷൻഷിപ്പ് ആയോ എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് വാല്യൂ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ ഈ റിലേഷൻഷിപ്പിന്. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചാൻസുകളെല്ലാം മിസ് ചെയ്ത് കളഞ്ഞൊരു എനർജി ഈ പേഴ്സൺ ഉണ്ട്. അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നുണ്ട് ഇവരായിട്ട് തോറ്റുപോയോ, അല്ലെങ്കിൽ ഇതിനെ വെറുതെ കളഞ്ഞോ, കൈവിട്ട് കളഞ്ഞോ എന്നൊക്കെയുള്ള രീതിയിൽ. സോ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു റിഗ്രറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അട്രാക്ഷൻ നല്ല രീതിക്ക് പേഴ്സൺ നിങ്ങളുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഒരു എഫെക്ഷൻ തോന്നുക, നിങ്ങളുടെ അടുത്തൊരു പ്രത്യേകതരം എഫെക്ഷൻ തോന്നുക, അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. ഒരു ഇമോഷണലി സ്റ്റെബിലിറ്റി ഇവർക്ക് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് വരെ ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു, കൂടുതൽ ഫെമിനിൻ എനർജിയാണ് കാണുന്നത്. ബോൾഡായിട്ടുള്ള ആളാണ് നിങ്ങൾ. സ്വയം സ്റ്റെബിലിറ്റി നേടിയെടുക്കുന്ന ആളാണ്. സ്വയം തന്നെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് ഒരു പക്വതയുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പക്വതയുള്ള ഒരാളെ പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കരുതി വെച്ചേക്കുന്നത്. ഇവർ ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പല കാര്യത്തിലും കോൺഫിഡൻസ് കിട്ടാതെയാവുന്നുണ്ട്.
കോൺഫിഡൻസ് കിട്ടാതെ ആവുന്നുണ്ട്, കറക്റ്റായിട്ടും ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല, ക്ലിയർ ബൗണ്ടറി വെക്കാൻ പറ്റുന്നില്ല, അവർ ഭയങ്കര ഡിസ്റ്റർബ് ആവുക, അവരുടെ മൈൻഡ് ഭയങ്കരമായിട്ടും ഡിസ്റ്റർബായിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ. ഇനി നിങ്ങൾക്കുള്ള അപ്പോൾ അവരുടെ ഫീലിങ്സ് നമ്മളോട് നോക്കിയപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുക, അതുപോലെ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്ത് കളഞ്ഞു എന്നുള്ള തോട്ട്, അതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇനി നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് നോക്കാം. യൂണിവേഴ്സ് മെസ്സേജ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് മെസ്സേജ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഷെയറിംഗ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തുറന്നു പറയേണ്ട കാര്യം നിങ്ങൾ പേടിക്കാതെ തന്നെ തുറന്നു പറഞ്ഞോളൂ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുക. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെടാത്ത അവരുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അതായത് നിങ്ങൾ പേടിച്ചിട്ട് അവർ വിട്ടുപോകുമോ അല്ലെങ്കിൽ അവരതിനെങ്ങനെ എടുക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയാൻ അല്ലെങ്കിൽ നോ പറയാൻ നിങ്ങൾ മടിക്കുന്നുണ്ട്, തുറന്നു പറയാൻ നിങ്ങൾ മടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് ഷെയർ ചെയ്തോളൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞോളൂ, അതിൽ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഡബിൾ കാർഡിൻ്റെ എനർജിയാണിത്. സോ ഡബിൾ കാർഡ് വരുന്ന സമയത്ത് നിങ്ങളിതിൽ കുടുങ്ങിപ്പോയതുപോലൊരു ഫീല് നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ഡബിൾ കാർഡിനകത്ത് കഴുത്തിൽ മാത്രമാണ് ചെങ്ങലകളുള്ളത്, കൈ രണ്ടും ഫ്രീ ആണ്. നിങ്ങൾക്ക് ആ കെട്ടഴിച്ച് പുറത്ത് വരാവുന്നതേ ഉള്ളൂ. കൈകൾ ഉപയോഗിച്ച് കഴുത്തിലിട്ട ചെങ്ങല നിങ്ങൾക്ക് അഴിച്ചു വരാം. അതാണ് ഈ ഒരു ഡബിൾ കാർഡിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ പോലും. അപ്പം നിങ്ങൾ ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കുടുങ്ങിപ്പോയി, നിങ്ങൾക്കിനി ഇതിൽ നിന്നും ഇറങ്ങി വരാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൈ രണ്ടും ഫ്രീ ആണ്. ഓക്കെ, ഹെർമിറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു സെൽഫ് ലവിൻ്റെ കാർഡാണ്. മേ ബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, സ്പിരിച്വാലിറ്റിയിലൂടെ പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ സെൽഫ് ലവ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, പ്രിയോറിറ്റി നിങ്ങൾക്ക് തന്നെ കൊടുക്കുക എന്ന് കാണുന്നുണ്ട്. ഇത് പാസ്റ്റിൻ്റെ ഒരു കാർഡാണ്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട്, അതുപോലെ ദുഃഖവും തരുന്നുണ്ട്. ഓക്കെ, സന്തോഷം തരുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക, ദുഃഖം തരുന്ന കാര്യങ്ങൾ ആലോചിക്കാം, പക്ഷെ നിങ്ങളതിൽ ബ്ലോക്കായി പോവാതിരിക്കുക, സ്റ്റക്കായി പോവാതിരിക്കുക. അതൊരു ഒരു ഗുഡ് മെമ്മറീസ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക. പക്ഷേ സങ്കടം വരുന്നുണ്ടെങ്കിൽ ആ ഒരു സങ്കടം വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ടൈം വേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുക, അങ്ങനെയുള്ള എനർജിയിലേക്ക് പോവാതിരിക്കുക. കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ് ഇതിന് ഒരു റിസൾട്ട് എടുക്കാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, സെൽഫ് ലവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതാണ്. ഇനി ഇതിൽ സോഡിയാക് സൈൻ നോക്കാം. ക്യാൻസർ, ഏരിയസ്, സാജിറ്റേറിയസ്, വിർഗോ, അക്യൂറിയസ്, സ്പൈസീസ് ഉണ്ട്. സാജിറ്റേറിയസ്, ലിയോ, ക്യാൻസർ, ലിബ്ര, സാജിറ്റേറിയസ് അഗെയിൻ, ടോറസ്, വിർഗോ ഉണ്ട്, സാജിറ്റേറിയസ് അഗെയിൻ വന്നിട്ടുണ്ട്, ക്യാൻസർ. ഓക്കെ, അപ്പം ക്യാൻസർ ഒക്കെ എഗെയിൻ വന്നിട്ടുണ്ട്, വിർഗോ എഗെയിൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള സോഡിയാക് സൈൻ ഇതാണ്. ഇനി ക്ലൂസും കൂടി നോക്കാം. 34 വന്നിട്ടുണ്ട്, ലെറ്റർ ക്യൂ. 38, 13, 28, ലെറ്റർ എസ്, ലെറ്റർ എച്ച് 38, 46, ലെറ്റർ എൽ നമ്പർ 1, 50, 29, ലെറ്റർ എ, ലെറ്റർ എസ് അഗെയിൻ 33, 23, ലെറ്റർ എക്സ് 53 ആൻഡ് 10. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞു, അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.